ഇപ്പോൾ ശശി തരൂർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ചെയ്യാനുള്ള സമയമായി അവർക്കും ചില തീരുമാനങ്ങൾ എടുക്കണം. എന്ത് പറ്റി അവർക്ക്? കാരണം അവരുടെ ചരിത്രത്തിലും ഇതൊരു വലിയൊരു വീഴ്ചയാണ്. ഇത്ര മോശമായിട്ട് അവരുടെ പാർട്ടി മുമ്പ് ചെയ്തിട്ടില്ല. ഇതെല്ലാം നോക്കിയിട്ട് അവസാനത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷേ അതിന് സമയം ഇന്നലെ ആയിട്ടുള്ള റിസൾട്ട് ഇനി വരട്ടെ. പാർട്ടി ഇതിനെയൊക്കെ പഠിച്ച് മനസ്സിലാക്കട്ടെ. ഇതിലെ ഇപ്പോൾ SIR അതുപോലെ തന്നെ വോട്ട് ചോരി എന്നുള്ള ആരോപണമൊക്കെയാണ് ബീഹാറിൽ വലിയൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉയർത്തിക്കാട്ടി. രാഹുൽ ഗാന്ധി ഒരു പ്രത്യേക യാത്രയൊക്കെ അവിടെ നടത്തിയിരുന്നു. ഇതായിരുന്നു യഥാർത്ഥത്തിൽ വേണ്ടിയിരുന്നില്ല. അതിനൊരു പിഴവുണ്ടാകും. ഈ SIR ഈ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് ഒരു കമന്റ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. പാർട്ടിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞവരെന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. അവർക്ക് അവരുടെ അഭിപ്രായമുണ്ടെങ്കിൽ അത് അടിസ്ഥാനത്തിന്റെ ഒരു ബേസിസ് അവർ പറയട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ചിന്തിച്ചത്. ഞാൻ പറഞ്ഞു ഇതിൽ ഞാൻ വലിയ ഇൻവോൾവ് ആയിരുന്നു. നിങ്ങൾ എന്നെ ഇതിനെക്കുറിച്ച് പിടിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം എന്റെ ശ്രദ്ധയിൽ ഈ കാര്യത്തിൽ പിന്നെ കുറച്ച് ദൂരത്തിനെ വന്നിട്ടുണ്ട്. അത് തെറ്റാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഒരു വിമർശനമേ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞതൊക്കെ മുമ്പ് കാര്യം പറഞ്ഞതാണ്. നമ്മുടെ സാമൂഹ്യത്തിന്റെ അകത്ത് പിന്നെ ഓരോരോ കുടുംബത്തിന്റെ അകത്ത് ചില നേതൃത്വം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ പാർട്ടി ഞാൻ എന്റെ ആർട്ടിക്കിളിൽ എന്റെ ഒരു പാർട്ടിയെ കുറിച്ച് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാ പാർട്ടികളെയും ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പല ഉദാഹരണങ്ങൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമാണ്. നമ്മുടെ സാമൂഹ്യത്തിന്റെ എങ്ങനെയാണ് പിന്നെ നമ്മുടെ സാമൂഹ്യം നടക്കുന്നത്. ഒരു ആക്ടറിന്റെ മകൻ ഒരു ആക്ടർ ആവുന്നുണ്ട്, ഡെന്റിസ്റ്റിന്റെ മകൻ ഡെന്റിസ്റ്റ് ആവുന്നുണ്ട്, അതുപോലെ രാഷ്ട്രീയക്കാരന്റെ മകനും രാഷ്ട്രീയക്കാരനാവുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്താൽ മതിയോ? നമ്മുടെ ജനാധിപത്യത്തിന് നല്ലതാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചോദ്യം ഞാൻ മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്. 2017 രാഹുൽ ഗാന്ധി ബർക്ക്ലിയിൽ പ്രസംഗിച്ചൊരു കാര്യമാണത്. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് ഇതിൽ വലിയൊരു അതിശയം തോന്നിയത് എന്താണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വന്നിരിക്കുന്നത്. ചിലർക്ക് വിവാദം ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. ഇത് വലിയൊരു അത് ശരി. എന്നെ രാജിവെക്കാൻ എല്ലാവരും ആഗ്രഹിക്കട്ടെ. ഞാൻ നോക്കാം. ഇനി വേറെ എന്താണ്? എന്നാൽ ഞാൻ 16-17 വർഷമായിട്ട് ഈ പാർട്ടിയുടെ അകത്ത് പ്രവർത്തിക്കുന്നു. ഒരേ കുടുംബത്തിന്റെ നേതൃത്വം തന്നെ. അത് അറിഞ്ഞിട്ടല്ലേ ഞാൻ പാർട്ടി കയറിയത്. ഞാൻ ആ കുടുംബത്തിനെതിരെല്ലാം എഴുതിയിരിക്കണം. പറയാൻ നിങ്ങളൊരു തെറ്റിദ്ധാരണ. ആർട്ടിക്കിൾ ശരിക്കും വായിച്ചു നോക്കൂ. അതെല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കും? 17 വർഷമായിട്ട് അവരും പ്രവർത്തിച്ച ശേഷം അവരെന്താ പറഞ്ഞ രാജിവെക്കും? അതിൽ അർത്ഥമുണ്ടോ? എനിക്ക് രാജിവെക്കാൻ ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ സമയം വന്നാൽ നിങ്ങൾക്കൊക്കെ അറിയും. പക്ഷെ ഇപ്പോഴും ഒരു വ്യക്തി എന്തോ ശരിക്കും വായിക്കാതെ കാണാതെ കേൾക്കാതെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനുവേണ്ടി അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് രാജിവെക്കാൻ ആവശ്യം. അയ്യോ, അങ്ങനെ നിങ്ങൾ തോന്നുമായിരിക്കും. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാൻ എന്നാളും കൂടി അവരെ കണ്ടിട്ട് വന്നല്ലേ ഒരു മീറ്റിംഗിൽ. അതൊന്നും പ്രശ്നമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.